ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റിൽ എങ്ങനെ ഒരു ചിക്കൻ കറി തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. മസാലകളെല്ലാം പിടിച്ച് നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണേ. ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു. ഈ പാത്രം ചൂടാകുമ്പോഴേക്കും നമുക്ക് മസാലകൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി എരിവിന് വേണ്ടി മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 8 മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം. ഈ മസാലകളെല്ലാം തന്നെ റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പീസുകളാക്കിയിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. അരി മസ്റ്റായിട്ടും ചേർക്കണം. അരി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്കൊരു കൊഴുപ്പും അതുപോലെ നല്ലൊരു മണവും കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകവും ഒരു 3/4 സ്പൂണോളം പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം റോസ്റ്റാക്കി എടുക്കാം. ഇതെല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മല്ലിയൊക്കെ നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ മസാലകളെല്ലാം മൂത്ത മണം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലോണം അരച്ചെടുക്കാനുള്ളതാണ് ഈ മസാലക്കൂട്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഞാൻ മസാലകൾ റോസ്റ്റ് ചെയ്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടാകുമ്പോഴേക്കും ചെറിയ കഷ്ണം ഗ്രാമ്പു, പട്ട, ഏലക്ക 2 ഏലക്ക ഇത്ര ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്തെടുത്തു. സവാള നീളത്തിലല്ല കട്ട് ചെയ്തത്, വളരെ ചെറുതായിട്ട് ഇതുപോലെ ആണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സവാള നല്ലോണം വഴണ്ടി വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇവിടെ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത മസാലക്കൂട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വരട്ടിയെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒരല്പം പോലും വെള്ളം ചേർക്കാതെ നമ്മുടെ ചിക്കനും മസാലകളെല്ലാം നല്ലോണം വരട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിക്കൻ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാല കൂട്ടിട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിലൊരല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. മസാലകളെല്ലാം തന്നെ നമ്മൾ ചിക്കനിൽ നല്ലോണം പിടിച്ച് കിട്ടണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ നല്ലോണം ആവി കയറി വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്കിത് അടച്ചു വെച്ച് 2 തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഒരു പിടി നാളികേരവും കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് കാഷ്യൂനട്ടും ചേർക്കാവുന്നതാണ്. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് നമ്മുടെ കറിയിൽ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരച്ച തേങ്ങയും കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ കറിയിലൂടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പൊറോട്ടയ്ക്കും ചോറിനും കപ്പയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.